കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ഇട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ഇനിയും കുറെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജപ്തിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം ദയവ് ചെയ്ത് അതിലെന്നെ വിട്ടു. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, എന്നെ ഒന്ന് വിട്ടാൽ മതി. നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാനുണ്ട്, എത്രയോ. ഇതിന് മറ്റേ സെറ്റപ്പ് ആണല്ലോ. നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലായിട്ട് വരാം, നീയൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഞാൻ പോയി നാട്ടുകാരെ സഹായിച്ചിട്ട് വരാം. ആ സെറ്റപ്പാണോ അച്ചായ? അച്ചായന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അച്ചായന്റെ പ്രതികരണമൊക്കെ കൊള്ളാം, പക്ഷെ പ്രതികരണത്തിനകത്ത് എനിക്ക് എന്തൊക്കെയോ ചില ഒരു പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. അതോടൊപ്പം എനിക്കൊരു കമന്റും വന്ന്, കമന്റാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കണ്ടേ കേട്ടോ, കൂടുതലായിട്ട് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇന്നലെ അച്ചായന്റെ ഒരു വീഡിയോ സീക്രട്ട് ഏജന്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്ന വിഷയം ഈ അച്ചായൻസ് ഗോൾഡിലെ അച്ചായൻ പാവങ്ങളെ സഹായിക്കുന്നു, വാരിക്കോരി സഹായിക്കുന്നു, അങ്ങ് നോക്കുന്നവരൊക്കെ സഹായിക്കുന്ന അച്ചായൻ 40 ദിവസത്തിൽ 40 വീടോ 41 ദിവസത്തിൽ 41 വീടോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നു. ആ സെറ്റപ്പിനകത്ത് 31ാമത്തെ വീട് ഉടായിപ്പായിരുന്നു എന്ന രീതിയിലാണ് അച്ചായന്റെ ഒരു സാധനം ഇപ്പൊ വന്നത്. ഈ 31ാമത്തെ വീടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഞാൻ ഈ 31ാമത്തെ വീട് കൊടുത്തു എന്ന് പറയുന്നു. അതേസമയം മറ്റൊരു യൂട്യൂബ് ചാനലില് കേരള ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വീട് അവർക്ക് കിട്ടിയതിന് അതേ കുടുംബം നന്ദി പറഞ്ഞുകൊണ്ട് വരുന്നു. ഇതാണ് സംഭവം. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് കണ്ടിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം കമന്റിലേക്ക് പോവാം. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. വന്ന കമന്റ് ഇതാണ്: അല്ല ബ്രോ, കാശുള്ളവർ സഹായിക്കട്ടെ, എന്തിനാ ഇങ്ങനെ ഹാലിളകുന്നത്, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഇതാണ് കമന്റ് വന്നത്. എന്റെ പൊന്നു ബ്രോ, കാശുള്ളവർ സഹായിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. കാശുള്ളവർ സഹായിച്ചോട്ടെ, പാവങ്ങൾക്ക് സഹായം കിട്ടട്ടെ. പണക്കാരനായിട്ട് ഒരാള് എന്റെ കീശ വീർപ്പിക്കാനല്ലാതെ പാവങ്ങൾക്ക് കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് കൂടെ ഇത് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ പ്രശ്നം, പുള്ളിക്കാരൻ ഞാൻ ഈ വീട് കൊടുത്തു എന്ന് അവകാശപ്പെടുകയും പിന്നീട് ഒരു സമയത്ത് അത് ഞാൻ കൊടുത്തതല്ല, കേരള ലൈഫ് മിഷൻ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുത്ത വീടാണെന്ന് പറയുകയും ചെയ്യുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? കേരള ഗവൺമെന്റിന് കൊടുക്കണോ അതോ അച്ചായന് കൊടുക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതാണ് നമ്മുടെ പ്രശ്നം. എനിക്ക് അച്ചായനെ കുറിച്ച് 2 പ്രശ്നങ്ങളുള്ളൂ. ഒന്ന്, ഈ പ്രശ്നം പുള്ളി കൊടുത്ത വീടാണോ അല്ലയോ എന്ന് ഇപ്പൊ ഒരു തർക്കത്തിൽ നിൽക്കുന്നു, അതൊരു പ്രശ്നം. രണ്ടാമത്തത്, പുള്ളിയുടെ കുറെ നാടക ഡയലോഗുകളുണ്ട്. ഇത് മാത്രമല്ല എന്റെ പ്രശ്നം. എറിഞ്ഞു കൊട്ട്, അച്ചായൻ തന്നെന്ന് പറയാൻ കേട്ടു, വാരി കോരിക്കോട്, പാവങ്ങളെ സഹായിക്കാനല്ല മോത്തെ അച്ചായൻ ഇവിടെ ജീവനോട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്നതിനോട് മാത്രമേ ഉള്ളൂ എനിക്ക് എതിർപ്പുള്ളത്. അല്ലാതെ പുള്ളി സഹായിക്കാതിരിക്കുന്നതിനോ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല. ഏതായാലും അച്ചായന്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ഈ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നീലക്കുയിലൊക്കെ പോയപ്പോഴത്തേനും ഈ വിഷയത്തെ കുറിച്ച് അച്ചായൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്ക് അഭിസംബോധന കേൾക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പ്, 40 ഷോപ്പ് 40 കട നമ്മൾ ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പോൾ 40 വീട് നമ്മൾ കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറക്കല്ലിട്ട് പണിത വീടുകളായിരിക്കും. അപ്പൊ അവരെന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇതൊന്ന് തീർത്ത് തരാവും. ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും ആ വീട്. ഇതാണ് സംഭവം. ഓൾറെഡി ഞാൻ ഇന്നലെ എന്റെ വീഡിയോയില് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ് ഒരു വാർത്ത വന്നത്. ആ വാർത്തയ്ക്കകത്ത് പറയുന്നത് ഈ വീട് പണിയാനായിട്ട് 1.5 ലക്ഷം രൂപയാണ് ഗവൺമെന്റിൽ നിന്ന് അംഗീകരിച്ചു കൊടുത്തത്. 3 ലക്ഷം രൂപയോളം ഈ പണിത കുടുംബ അംഗങ്ങൾക്ക് ചെലവായി. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റില്ല, ടാലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സമയത്ത് വീട് പണി നിന്ന് പോയ വീട് ഈ അച്ചായൻ വന്ന് പണിത് കൊടുത്തതായിരിക്കാം. പക്ഷെ അച്ചായന് പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരിടത്തും ഇത് ഇങ്ങനെ തറക്കല്ലിട്ടൊരു വീടാണ്, ഇതിനെ ഞാൻ പൂർത്തിയാക്കിയതാണ് എന്നുള്ള രീതിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അച്ചായൻ ഫുൾ ക്രെഡിറ്റ് ഞമ്മക്ക് വേണം, മൊത്തം ക്രെഡിറ്റും. ഈ സാധനം അച്ചായൻ എടുത്തതിലാണ് ഇത് ഇത്തരം പ്രശ്നമായത്. ഒരു പക്ഷേ അച്ചായൻ ഇത് ലൈഫ് മിഷന്റെ വീടാണെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ പ്രായമായ ആള്, അതായത് നമ്മൾ അച്ചായൻ വീട് കൊടുത്തു എന്ന് പറഞ്ഞ ആൾക്കാര് അവരുടെ വീഡിയോയ്ക്കകത്ത് ഈ മറ്റേ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് 5000 രൂപയ്ക്ക് അവരുടെ വീടിന്റെ മേൽക്കൂരയിൽ ഇടാൻ ടാർപ്പ് കൊടുത്ത ആളെ വരെ മെൻഷൻ ചെയ്തു. പക്ഷെ അച്ചായന്റെ പേര് മെൻഷൻ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ തറക്കല്ല് പണിഞ്ഞിട്ടിരിക്കുകയാണ്, മേപ്പോട്ട് പണിയാൻ എനിക്ക് നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ അച്ചായനെ പോലെ ഒരാൾ വന്നിട്ട് പൂർണ്ണമായിട്ടും ആ വീട് എനിക്ക് പണിത് തരുന്നു. അങ്ങനെയുള്ള സമയത്ത് അച്ചായന്റെ പേര് പറയാതിരിക്കാനുണ്ടായ ചെയ്തോവികാരം എന്താണെന്ന് നമുക്ക് പറയുന്നില്ല. അവരപ്പോ സർക്കാരിന് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് ആ ചാനൽ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്താണോ എന്നുള്ള കാര്യം ഇനിയിപ്പോ അവരാണ് പറയേണ്ടത്. കോർട്ട് അവരുടെ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചായൻ ബാക്കി പറയാം. പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയുള്ള ചെലവായിരുന്നു. അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലേ, 40 ഷോപ്പുകൾ തുറന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് ശത്രുക്കൾ ജുവലർക്കാരുണ്ട്, എന്റെ ഓപ്പോസിറ്റുള്ള ജുവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൂടെ ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്ക്
നച്ചാപ്പിച്ചൊന്നും എനിക്കറിയുന്നില്ല കേട്ടോ, എനിക്കറിയുന്നില്ല. സീക്രട്ട് ഏജന്റാണ് പറയുന്നത്, പുള്ളിക്കന്റെ ആവശ്യമൊന്നുമില്ല. നക്കാപ്പിച്ച എനിക്കറിയുന്നില്ല കേട്ടോ. ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്കാരും ഒരു പിച്ചയും തന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്, അത് നിർത്താതിരിക്കാം. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിന് ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച്. എന്റെ പൊന്നച്ചായ, അച്ചായൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്ക് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് അന്നദാനം നടന്നുണ്ട്. ഈ യൂട്യൂബേഴ്സിന് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ അന്നദാനം നടന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് തിന്നിട്ട് പോകും. ഇതാണ് അച്ചായൻ പറഞ്ഞ സെറ്റപ്പ്. അച്ഛാ ഞാൻ ചോദിക്കട്ടെ, അച്ചായൻ കുറെ പാവങ്ങളെ വിറ്റാണ് റീച്ച് ഉണ്ടാക്കുന്നത്, ആണോ? അവരെ സഹായിച്ചിട്ടാണ് അച്ചായൻ റീച്ച് ഉണ്ടാക്കുന്നത്. ഒരു സദ്യ കിട്ടുമെന്ന് അച്ചായൻ കഴിച്ചിട്ടൊക്കെ പോവോ ആ റീച്ച് വേണ്ടെന്ന് വെച്ചിട്ട്? ഇല്ലല്ലോ. അപ്പൊ അത് വിട്, ആ സീൻ വിട്. ഇപ്പൊ അച്ചായൻ ഈ യൂട്യൂബേഴ്സിനെ വിമർശിക്കുന്നത്, നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സമൂഹ സദ്യ നടത്തിയിട്ട് അച്ചായ വന്ന് കഴിച്ചിട്ട് പോകും, യൂട്യൂബർമാരെ കുറിച്ച് ഒന്നും പറയണ്ട എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നിലപാടുകൾ നമ്മൾ പറയാന്നുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന സദ്യ നമുക്ക് ഊണ് കിട്ടുമായിരുന്നു. കിട്ടത്തില്ല. വിമർശിക്കുമ്പോൾ മാത്രം ഇത്രയും വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വിമർശനം വരുമ്പോഴത്തേനും വ്യക്തമായിട്ട് ഇതാണ് അതിന്റെ കാരണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കാത്തത്? ഒരു ലൈഫ് മിഷന്റെ വീടാണ് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അറിയായിരുന്നോ? പറഞ്ഞിട്ടില്ല. ഈ വീടിന്റെ തറക്കല്ലിട്ടത് അവരാണ്. നിങ്ങൾ ഇത് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നോ? പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു വീട് ഞാൻ പണിത് കൊടുത്താന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അടച്ചുറപ്പില്ലാത്ത മോശം ബാത്റൂം ഉള്ള ഒരു വീട്ടിൽ നിന്നും അവരെ ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തേ? അത് പണിഞ്ഞു കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെയല്ലേ അച്ചായൻ പറഞ്ഞത്? ഞാൻ അച്ചായൻ പറഞ്ഞ സാധനം കേൾപ്പിക്കാം, അച്ചായന്റെ ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് കേൾപ്പിക്കാം. മാറ്റിവെക്കും. 400 പേരുടെ അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡ് കൂടെ അവർക്ക് മാറ്റിവെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിൽ കഴിച്ചിട്ട് പോകും. അല്ലെ, അതിന്റെ നല്ലത്. അവർ എന്നെ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? യൂട്യൂബർ എന്നെ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോന്ന് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും പ്രൊഫൈലിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത പാവങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആള് പറയാണ് നീക്ക് എന്തിനാടാ എന്നെ വിറ്റ് ജീവിക്കുന്നത്? കൊള്ളാച്ചേ, കൊള്ളാം. എങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജൂലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് തക്കത്തിച്ച് കൊടുത്ത് സേവിക്കുന്നത്, അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്ക്? അല്ല, ഒരു ജൂലർക്കാര് എന്നെ സമീപിച്ചിട്ടില്ല കേട്ടോ. ജൂലർക്കാര് നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻ ആണ് ഇത്. നക്കാപ്പിച്ച പിന്നെ 2 or 3 വീട് തറകളും കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പൊ ഒരു 2 or 3 വീടുകൾ കൂടെ ഇനി ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ലൈഫ് മിഷന്റെ 2-3 വീടുകളിലൂടെ അച്ചായ പണിത് കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അച്ചായ നിങ്ങൾ അത് അഭിസംബോധന ചെയ്യായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. വ്യക്തമായിട്ട് വന്നിട്ട് ഈ വീട് പണിത് തീർക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കെ ഞാൻ വന്നിട്ട് ഇത് ബാക്കി പണിത് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞതിന് ഓക്കെ ആയിരുന്നു. ഇവരുടെ പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ ഒരു പുതിയ വീടങ്ങ് പണിത് കൊടുത്തു. ഈ ഒരു സാധനമല്ല അച്ചായൻ അടിച്ചത്. അപ്പൊ ആ സാധനം അല്ല ശരിയെന്ന് അറിയുമ്പോൾ ആൾക്കാർ അത് ചോദ്യം ചെയ്യത്തില്ലയോ? ചോദ്യം ചെയ്യുന്നവർക്കെല്ലാം ഞാൻ അന്നദാനം കൊടുക്കുന്നു, ഞാൻ അവിടെ 400 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, നിനക്കൊക്കെ ഉള്ള ഫുഡ് ഞാൻ എടുത്തത്. കൊള്ളാം, കൊള്ളാം. ഇപ്പോഴും പറയുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ പൈസ കാണിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നില്ല. എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്, എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. എന്റെ പൊന്നച്ച, അങ്ങനൊന്നുമല്ല. ഞാൻ ഒരു പൈസ പോലും ആരുടെ നിന്ന് മേടിക്കുന്നില്ല. ഞാൻ എന്റെ വരുമാനത്തിൽ നിന്നല്ല ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആർക്കും അവിടെ പ്രശ്നം ചോദിക്കുമ്പോഴത്തേനും അതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും. ഞാനിപ്പോ എന്റെ വരുമാനത്തിന് ഞാൻ കുറെ കഞ്ചാ കൃഷി നടത്തിയിരിക്കുകയാണ്, എന്റെ കാശ് ഞാൻ ഉണ്ടാക്കി വിൽക്കുന്നില്ലേ, ആർക്ക് പ്രശ്നം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അതിനകത്തൊരു പൊരുത്തക്കേട് വരുമ്പോഴാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. അതിന് നിങ്ങൾ എന്തിനാണ് ഇത്രയും രോഷാകുലാവുന്നത്? എന്തിനാണ്? നിങ്ങൾ കാര്യം പറഞ്ഞാൽ പോലും പുള്ളിക്കത് സഹിക്കാൻ പറ്റില്ലട്ടോ. വിമർശനം സഹിക്കാൻ പറ്റത്തില്ല. ഇത് പ്രശ്നമാണ്. നാളെ ചെയ്തില്ലതേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്, ഇത് മാത്രമല്ല ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന വളരെ പേര് ഞാൻ നിർത്തേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും നിർത്തേണ്ട കാര്യമില്ല. അതൊന്നും നിർത്തണമെന്ന് നമ്മൾ പറയുന്നില്ല. പാവങ്ങളെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്. എനിക്ക് എതിർപ്പുള്ള സാധനം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അച്ചായ. എനിക്ക് ഒരു ജൂലറിക്കാരൻ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല കേട്ടോ. നമുക്ക് അതിനുള്ള റീച്ച് ഒന്നും ഇല്ലല്ലോ. നമ്മൾ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞുതരാം. അച്ചായനുമായിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നം, അച്ചായൻ ഒരു കുടുംബത്തിനെ സഹായിച്ച് ആ കുടുംബത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അച്ചായൻ സഹായിക്കുന്ന ഒരാളുടെ അവസ്ഥ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. അച്ചായൻ ആ കുടുംബത്തിന്റെ ഫുൾ ആയിട്ടുള്ള അവർക്ക് ഇത് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അച്ചായൻ പ്രചരിപ്പിക്കുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അവരുടെ സമ്മതത്തോടെ അവരുടെ പ്രൈവസി ബ്രീച്ച് ചെയ്ത് അച്ചായൻ പ്രചരിപ്പിച്ചോ.
രണ്ട്, അച്ചായൻ ചെയ്യുമ്പോൾ ഒരു സഹായം ചെയ്യുമ്പോഴത്തേനും ഒരുമാതിരി നാടകടയിലോ പറയാതിരിക്കുക, അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന അച്ചായൻ അത് മാസമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ അത് ഭയങ്കര ശോകമാണ്, പറയുന്നൊന്നും തോന്നുന്നില്ല, ഭയങ്കര ശോകമാണ്. മക്കളെ അച്ചായൻ അയച്ചാറാ ദൈവം, ദൈവം അയച്ചു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ഞാൻ വാരിക്കൂരി കൊടുക്കുവാങ്ങ്, പാവങ്ങൾക്ക് ഞാൻ വലിച്ചെറിയുവാങ്ങ്. ഇമാതിരി നാടക ഡയലോഗുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അച്ചായനോട് സഹായിക്കണമെന്ന് ഞാനതില്ല, അച്ചായൻ സഹായിക്കും, അച്ചായനെ കൊണ്ട് പറ്റും. ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടു. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമ്മൾ ചെയ്യണ്ടേ. ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവര് എന്തിനാ വെറുതെ എത്രയോ പേരെ വിമർശിക്കാനുണ്ട്, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? അപ്പൊ ബാക്കിയുള്ളവർ വിമർശിക്കുന്നതിന് അച്ഛന് കുഴപ്പമില്ല, അച്ചായനെ വിമർശിക്കുന്നതിനാണ് പ്രശ്നം. നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ വിമർശിച്ചോളൂ, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? അച്ചായൻ വിമർശനത്തിന് അതീതനാണോ? എനിക്കറിയില്ല. അച്ചായൻ വിമർശനങ്ങൾ വരും, അച്ചായൻ വിമർശനങ്ങളെ പേടിച്ചു കഴിഞ്ഞാൽ ഇനി വിമർശനങ്ങളുടെ പൊങ്കാലയായിരിക്കും അച്ചായന്. ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്, ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്, അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും തന്നെ നമ്മളിന്ന് തളർത്താൻ നോക്കില്ല, നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങൾ ചതി ചെയ്തില്ല, ലൈറ്റ് ആയിട്ടൊന്ന് കള്ളം പറഞ്ഞോളൂ, മനസ്സിലായോ? സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങളെന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൂടെ ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല, ആരും ചെയ്തതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചോദിച്ചതിന് സീക്രട്ട് ഏജന്റ് ചോദിക്കച്ചായ, സീക്രട്ട് ഏജന്റിനോട് ചോദിക്കും. പുള്ളിക്കാരൻ പറഞ്ഞതിനകത്തെ വിരുദ്ധമായിട്ടുള്ള സാധനങ്ങളുണ്ട്, അച്ചായൻ കൊണ്ടുപോവാ, അച്ചായൻ പുറത്തു കൊണ്ടുപോവാ. അത് ലൈഫ് മിഷന്റെ വീടാണെന്ന് അച്ചായൻ അറിയാവോ ഇല്ലയോ? എനിക്ക് അതാണ് എന്റെ മനസ്സിൽ എന്നെ അലട്ടുന്ന ചോദ്യം. അതാണ്, അത് ലൈഫ് മിഷൻ വീടാണെന്ന് അച്ചായൻ അറിയോ? അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാള് ഇപ്പുറത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി ഇതിന് അടിത്തറ പാകി ഇട്ടപ്പോഴത്തേനും അതിനുള്ള ഫണ്ട് വിടുന്നതാണ്. കാരണം അച്ചായൻ തന്നെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് ആഹാരം കഴിക്കാൻ അരി കൊടുക്കുന്നത് ഏതോ ഒരു ചർച്ച് വന്ന് കൊടുക്കുന്ന 5 കിലോ അരിയിലാണ് അവര് ഒരു മാസം തള്ളി നിൽക്കുന്നത് അച്ചായൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അത്രയും നിവൃത്തിയില്ലാത്ത ഒരാള് അടിത്തറ എങ്ങനെ പണിതു എന്നുള്ള അച്ചായൻ ചോദിക്കാതിരിക്കുവോ? അച്ചായൻ ചുമ്മാ കൊണ്ടുവരെ 6 ലക്ഷം മുടക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ അതിന്റെ പുറകെ റിസർച്ച് നടത്തി, ഈ സ്ഥലം ആരുടെയാണ്, ഈ വീട് ആരുടെയാണ്, ഇത് ഇത്രയും പണിത്, ഇതെല്ലാം അച്ചായൻ ചെയ്തിട്ടുണ്ടാവില്ലേ? അച്ചായൻ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ പിണറായി സഖാവിന്റെ ക്രെഡിറ്റൂടെ അച്ചായൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സമ്മതിക്കുന്നത്? അതാ പ്രശ്നമായത്, മനസ്സിലായോ? ഇനി ആ കുടുംബം എന്തുകൊണ്ട് അച്ചായന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാനിത് എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ടാർപ്പ വന്നു വരെ പറഞ്ഞ കുടുംബം ഒരു ഫുൾ വീട് പണിത് കൊടുത്ത അച്ചായന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായിട്ട് മാറുവാണ്. ഇത് ട്രിവാൻഡ്രത്ത് ഒരു വീട് പോയി തിരക്കാം. ാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ, കുറെ പേര് കുറെ പറഞ്ഞാൽ പോകാനുണ്ട്, കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് എവിടുന്നാണ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ടിന്റെ ഉറവിടം അല്ലെ, എവിടുന്നെങ്കിലും ഫണ്ട് വരുന്നുണ്ടോ, ഇതെല്ലാവരും അന്വേഷിക്കും. ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതുവരെ ഒരു ഫണ്ട് ആരുടെയും വരുത്തിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് തോന്നുന്നു അച്ചായ പറ്റിച്ചിട്ടുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. അച്ചായൻ ഇപ്പോഴും വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അച്ചായൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അച്ചായൻ മിസ്ലീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതിയിട്ട് നടുക്കൊന്ന് മുറിച്ചിട്ട് ഇതിനെടുത്ത് കളഞ്ഞിട്ട് ഇത് മാത്രം കാണിക്കുന്ന ആ ഒരു സെറ്റപ്പ്, മറ്റേ ആടിനെ പട്ടിയൊക്കെ സെറ്റപ്പ് കാണിച്ചു എന്നാണ് വന്നിട്ടുള്ള അലിഗേഷൻ. അച്ചായൻ ഫസ്റ്റ് അലിഗേഷൻ മനസ്സിലാക്കും. ഞാൻ ഒരു മനുഷ്യനോട് ഈ നിമിഷം വരെ ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് 100% എന്റെ വിശ്വാസം. പിന്നെ ഒറ്റ കാര്യം ഓർച്ചില്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് 40 വീട് പണിതിട്ട് ഒരു വീടിൽ, അതായത് 34 വീടെന്നങ്ങാണ്ടല്ലേ പറയാം, 40 വീട് പണിതിട്ട് ഒരു വീട് ഞാൻ പറ്റിച്ചെന്ന് അല്ലെങ്കിൽ തട്ടിപ്പ് കാണിച്ചെന്ന് പറയുന്നത് മണ്ടന്മാരാണോ ജനങ്ങൾ? ഒരു വീട്ടിൽ മാത്രം ഞാൻ എന്നെ തട്ടിപ്പ് കാണിക്കും. അപ്പൊ 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? വേണോ വേണ്ടോ? 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? ഈ ഒരു വീട്ടിൽ പോയി അത്ര തട്ടിപ്പ് കാണിക്കും ഞാൻ എന്റെ മണ്ടനോ? അല്ല, ഞാൻ ചെയ്ത് ഈ യൂട്യൂബറും മണ്ടന്മാരാണോ? അതേ ഞാൻ ചെയ്തു. അപ്പൊ ഈ 39 വീടിന്റെ ലിസ്റ്റ് കൂടെ ഒന്ന് എടുത്തുകൂടെ? അല്ലെങ്കിൽ ഞാൻ ഈ 4-5 വർഷമായിട്ട് അന്നദാനം കൊടുക്കുന്നു, അതിന്റെ ഒന്ന് ലിസ്റ്റ് എടുത്തൂടെ? ഈ 40 വീട് പണിതിട്ട് 39 വീട് പണിത് കറക്റ്റായിട്ട് ഒരു വീട് മാത്രം ഞാൻ പറ്റിച്ചു. എന്ത് ചോദ്യം? ഇത് ജുവലർക്കാർ, എന്റെ ഓപ്പോസിറ്റുള്ള സ്വർണ്ണക്കടക്കാരെ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി. ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം എന്റെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. ആത്മാർത്ഥം ഞാൻ ആരുമില്ല, നാളെ ഒന്ന് എനിക്കൊന്നും നമുക്കറിയില്ല, എപ്പോഴും പറയുന്നു. പക്ഷെ എന്നെ കൊടുക്കാൻ വേണ്ടി കുറെ എന്റെ ഓപ്പോസിറ്റ് 40 കടയായില്ലേ, 40 കടയാകുമ്പോൾ 40 വീട് പണിതപ്പോൾ സ്വർണ്ണക്കടക്കാർക്ക് ഇഷ്ടപ്പെടും, ഓപ്പോസിറ്റുള്ള ജുവലർക്കാർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്നെ കൊടുക്കാൻ വേണ്ടി നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പരിപാടി. പിന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. എന്താ വെച്ചാൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം, 40 വീട് അച്ചായൻ പണിത്, 40 കുടുംബങ്ങളെ സഹായിച്ചു, 40 കട അച്ചായൻ വെച്ചു. അപ്പോ നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ സാധനം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ സാധനം. അച്ചായൻ എല്ലാം പക്ക സാധനമാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അച്ചായനെതിരെ പറയാൻ ഇങ്ങനെ സാധനം കിട്ടും? ഇപ്പൊ പറയുന്ന സാധനം എന്താ? ആ കുടുംബം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന വീട്ടിനകത്ത് ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ സർക്കാർ തന്നെയെന്ന് പറഞ്ഞു. അച്ചായൻ പറഞ്ഞ വീടിക്കകത്ത് അച്ചായൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ എങ്ങനെയാണ്? ജുവലറിക്കാര് മറ്റേ പാവങ്ങളെ കൊണ്ട് ചെയ്യിച്ചാണോ?
അത് അച്ചായൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അച്ചായന്റെ കയ്യിൽ നിന്ന് പാളി, അത് അച്ചായൻ സമ്മതിക്കുക. പാളി എന്ന് പറഞ്ഞാൽ അച്ചായൻ ഉടായ്പ കാണിച്ചെന്നോ ഫ്രോഡ് കാണിച്ചെന്നോ ഒന്നും അല്ല. അച്ചായൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുത്തില്ല. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. അതിന് ഇത്രയും ഇരുന്ന് രോഷാകുലനായിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അതെ, മറ്റേ പിള്ളേരാണല്ലോ. അച്ചായൻ കൂടുതൽ സഹായം പരക്കട്ടെ, സഹായം മാത്രം പരക്കട്ടെ. പക്ഷെ നാടകയുടെ ഡയലോഗ് ഒഴിവാക്കിയ കാണാനൊരു സുഖം ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റിലായിട്ട്